ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 8 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 9 മുതൽ 14 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അറഅയ്തല്ലസീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കസ്സബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, മനുഷ്യൻ അതിരുവിട്ട് പ്രവർത്തിക്കുന്നു അവൻ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. എന്നാൽ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം, ഏറ്റവും അവസാനം അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് അവരൊക്കെ മടങ്ങിയെത്തുക എന്നുള്ള കാര്യം. ശേഷം അള്ളാഹു പറയുന്നു, അറഅയ്തല്ലസീ യൻഹാ. അറഅയ്ത, ഈ പദം ചെറിയൊരു സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചതല്ലേ. അറഅയ്തല്ലസീ യുകസ്സിബു ബിദ്ദീൻ, അതേ പദം തന്നെയാണ് ഇതും. അറഅയ്ത, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം. അത് നീ കണ്ടു എന്നാക്കാൻ വേണ്ടി അവസാനത്തിൽ അൻത എന്ന് ചേർക്കണം. പക്ഷേ അപ്പോൾ റഅ അൻത എന്നല്ല പറയുക, റഅയ്ത എന്നാണ് പറയുക. റഅയുടെ കൂടെ അൻത ചേർക്കുമ്പോൾ റഅയ്ത, നീ കണ്ടു. അതിന് മുമ്പിൽ ചോദ്യത്തിന് വേണ്ടി ഒരു ഹംസ ചേർക്കും. അതിനെ ഹംസത്തു ഇസ്തിഫ്ഹാം എന്നാണ് പറയുക. അത് ചേർത്തിക്കഴിഞ്ഞാൽ അതൊരു ചോദ്യമായിട്ട് മാറും. അപ്പോൾ അറഅയ്ത, നീ കണ്ടുവോ എന്നാണ് അർത്ഥം വരിക. നീ കണ്ടുവോ, നീ കണ്ടോ. അല്ലസീ യൻഹ, നെഹ എന്ന് പറഞ്ഞാൽ വിലക്കി അല്ലെങ്കിൽ തടഞ്ഞു. അതിൻ്റെ മുതാരിയാണ് യൻഹ. നെഹ എന്നുള്ളത് മാദിയാണ്. മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാല ക്രിയ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. യൻഹ എന്നാകുമ്പോൾ മുതാരി, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ യൻഹ എന്നുള്ളതിന് അർത്ഥം കൊടുക്കുമ്പോൾ വിലക്കുന്നു അല്ലെങ്കിൽ തടയുന്നു അല്ലെങ്കിൽ വിലക്കും തടയും, അങ്ങനെയാണ് അർത്ഥം കൊടുക്കുക. അല്ലസീ യൻഹ, അല്ലസീ ചേരുമ്പോൾ അങ്ങനെയുള്ളവനായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം കിട്ടുക. അങ്ങനെയുള്ളതായ എന്നൊക്കെ അർത്ഥം കിട്ടും. അല്ലസീ യൻഹ, തടയുന്നവൻ. അപ്പോൾ ഇവിടെ ഇത് അറഅയ്ത, നീ കണ്ടുവോ, അല്ലസീ യൻഹ, തടയുന്നവനെ എന്നാണ് അർത്ഥം വരിക. അറഅയ്തല്ലസീ യൻഹ, തടയുന്നവനെ നീ കണ്ടുവോ. അടുത്ത ആയത്ത്, അബ്ദൻ ഇദാ സ്വല്ലാ. അബ്ദൻ, ഒരു അടിമയെ. അബ്ദ് അടിമ, അബ്ദൻ ഒരു അടിമയെ. ഇദാ സ്വല്ല, സ്വല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു. ഇവിടെ ആര് എന്ന് പറയാത്തതുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചു എന്നർത്ഥം കൊടുക്കാം. അതിനു മുമ്പിൽ ഇദാ എന്ന് വരുമ്പോൾ, ഇദാ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ ആയാൽ അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെയാണ് അർത്ഥം വരിക. ഇദാ സ്വല്ല, അദ്ദേഹം നിസ്കരിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിച്ചപ്പോൾ. ഒന്നിച്ചർത്ഥം അബ്ദൻ ഇദാ സ്വല്ല, ഒരു അടിമയെ, ആ അടിമ നിസ്കരിച്ചപ്പോൾ, അദ്ദേഹം നിസ്കരിച്ചപ്പോൾ അല്ലെങ്കിൽ നിസ്കരിച്ചാൽ. ആദ്യത്തെ ഈ 2 ആയത്തുകൾ ചേർത്തി ഒന്നിച്ചർത്ഥം പറയുമ്പോൾ, ഒരു അടിമ നിസ്കരിച്ചപ്പോൾ ആ അടിമയെ തടയുന്നവനെ നീ കണ്ടുവോ. അടുത്തായത്, അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. അറഅയ്ത, നീ കണ്ടുവോ. ഈ അറഅയ്ത എന്നുള്ള പദത്തിന് നീ കണ്ടുവോ എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടുകൊണ്ടുള്ള കാഴ്ച തന്നെ ആവണമെന്നില്ല. നീ അത് കണ്ടറിഞ്ഞോ, നീ കണ്ട് മനസ്സിലാക്കിയില്ലേ, നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആ രൂപത്തിൽ അർത്ഥം കൊടുക്കാം. അറഅയ്ത, നീ കണ്ടുവോ അല്ലെങ്കിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ. ഇൻ കാന, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആയിരുന്നു. ഇൻ കാന, ആണെങ്കിൽ. എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇൻ കാന, ആണെങ്കിൽ. അലൽ ഹുദ, അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അർത്ഥം. അൽ ഹുദ, നേർമാർഗം. അലൽ ഹുദ, നേർമാർഗത്തിന്മേൽ. അപ്പോൾ അറഅയ്ത ഇൻ കാന അലൽ ഹുദ, നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അദ്ദേഹം നേർമാർഗത്തിന്മേൽ ആണെങ്കിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേർമാർഗത്തിലാണെങ്കിൽ. മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് നേർമാർഗത്തിന്മേൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, നേർമാർഗത്തിൽ എന്നർത്ഥം കൊടുത്താൽ മതി. അപ്പോൾ അറഅയ്ത ഇൻ കാന അലൽ ഹുദ, നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അദ്ദേഹം നേർമാർഗത്തിലാണെങ്കിൽ. അടുത്തായത്, ഔ അമറ ബിത്തഖ്വ. ഔ, അല്ലെങ്കിൽ അമറ, അദ്ദേഹം കൽപ്പിച്ചു. ബിത്തഖ്വ, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇൽ, ഓട്, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കൊണ്ട് എന്നുള്ള അർത്ഥം കൊടുക്കാം. ബിത്തഖ്വ, തഖ്വ കൊണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതാബോധം. അപ്പോൾ സൂക്ഷ്മത കൊണ്ട് കൽപ്പിക്കുന്നവൻ ആണെങ്കിൽ, അത് ശരിക്ക് തൊട്ട് മുമ്പുള്ള ആ ഒരു ആയത്തിലേക്ക് ഇതിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് മനസ്സിലാക്കണം. അവിടെ അറഅയ്ത ഇൻ കാന എന്ന് പറഞ്ഞല്ലേ, അത് ഇവിടെയും ഉണ്ട് എന്ന് വിചാരിക്കണം. അതിനാണ് ഈ ഔ എന്ന് കൊടുത്തത്.
കാരണം തൊട്ട് മുമ്പത്തെ ആയത്തിൽ അറഅയ്ത ഇൻ കാന അലൽ ഹുദ, അദ്ദേഹം നേർമാർഗത്തിലാണെങ്കിൽ അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ ശേഷം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇനി പറയുന്നത് അദ്ദേഹം ആണെങ്കിൽ അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് വരിക. അമറ ബിത്തഖ്വ, അദ്ദേഹം സൂക്ഷ്മത കൊണ്ട് കൽപ്പിക്കുന്നവനും ആണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സൂക്ഷ്മത പുലർത്താൻ കൽപ്പിക്കുന്നവൻ ആണെങ്കിൽ, അങ്ങനെയും അർത്ഥം കൊടുക്കാം. അടുത്ത ആയത്ത് അറഅയ്ത ഇൻ കസ്സബ വതവല്ല. അറഅയ്ത, നീ കണ്ടുവോ അല്ലെങ്കിൽ നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇൻ കസ്സബ, കസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ്. കസ്സബ എന്ന് പറഞ്ഞാൽ കളവാക്കി. ഇൻ കസ്സബ, കളവാക്കുകയാണെങ്കിൽ. വ തവല്ല, വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയില്ലേ, ആ രൂപത്തിൽ രണ്ട് സംഗതികളെ കൂട്ടി പറയാൻ വേണ്ടിയിട്ട്, അതും ഇതും എന്ന് പറയാൻ വേണ്ടിയിട്ട്. വ തവല്ല, തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു, പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അറഅയ്ത ഇൻ കസ്സബ വതവല്ല, അദ്ദേഹം കളവാക്കുന്നവനും പിന്തിരിഞ്ഞു കളയുന്നവനും ആണെങ്കിൽ അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അടുത്തായത് അലം യഅലം ബി അന്നല്ലാഹ യറ. അലം യഅലം, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. അതിൻ്റെ മുദാരി യഅലമു എന്നാണ്. അലിമ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്, മാദിയാണ്. കഴിഞ്ഞ കാലത്ത് ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്ന രൂപമാണ് മാദിയായ രൂപം. അലിമ എന്നുള്ളത് മാദിയായ രൂപമാണ്. അപ്പോൾ അർത്ഥം പറയുമ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞ പോലെ. യഅലമു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയും അല്ലെങ്കിൽ അറിയുന്നു, അത് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. അപ്പോൾ യഅലമു അറിയും അല്ലെങ്കിൽ അറിയുന്നു. ഈ മുദാരി ആയിട്ടുള്ള ഇത്തരം ക്രിയകളുടെ മുമ്പിൽ ലം എന്നുള്ള പദം വന്നു കഴിഞ്ഞാൽ ഈ യഅലമു എന്നുള്ളത് യഅലം എന്നാവും. ലം യഅലം അർത്ഥം പറയുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്, അറിയുകയില്ല എന്നല്ല, അറിഞ്ഞിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ആ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ തുടക്കത്തിൽ അറഅയ്തയുടെയൊക്കെ അവിടെ പറഞ്ഞ അതേ ഹംസ ഇവിടെയും വന്നു. അപ്പോൾ ലം യഅലം, അദ്ദേഹം അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിന് മുമ്പിൽ ചോദ്യത്തിൻ്റെ ഒരു ഹംസ വരുമ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ അവൻ അറിഞ്ഞിട്ടില്ലേ. അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ. ബി അന്നല്ലാഹ, ബി പല അർത്ഥങ്ങളും ബിക്കുണ്ട്. സാധാരണ ഈ ലം വരുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്നൊരു ബി വരാറുണ്ട്, അതാണ് ഇവിടെ. അങ്ങനെ വരുമ്പോൾ എന്ന് എന്നൊരർത്ഥം കൊടുത്താൽ മതി അതിന്. ബി എന്ന്, അത് നമുക്ക് ഒന്നിച്ച് അവിടെ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം കിട്ടുക. അന്നല്ലാഹ, അന്ന നിശ്ചയമായും തീർച്ചയായും, അല്ലാഹ അല്ലാഹു, അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, യറാ അവൻ കാണുന്നു. റഅ എന്നുള്ളതിൻ്റെ മുദാരിയാണ് യറാ. റഅ എന്നുള്ളത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്, കണ്ടു എന്നാണ് അർത്ഥം. റഅ. യറാ എന്നാകുമ്പോൾ കാണും അല്ലെങ്കിൽ കാണുന്നു, അത് മുദാരിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോണത്, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. അപ്പോൾ ആ ഭാഗത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ബി അന്നല്ലാഹ യറാ, നിശ്ചയമായും അള്ളാഹു കാണും എന്ന്, അല്ലെങ്കിൽ നിശ്ചയമായും അള്ളാഹു കാണുന്നു എന്ന്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം അലം യഅലം ബി അന്നല്ലാഹ യറാ, നിശ്ചയമായും അള്ളാഹു കാണുന്നു എന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ, അവൻ അറിഞ്ഞിട്ടില്ലേ. ഇപ്പോൾ നമ്മൾ ഈ ആയത്തുകളുടെ വാക്കർത്ഥങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ അബൂജഹലിൻ്റെ വിഷയത്തിലാണ് എന്നും അതല്ല മറ്റു പൊതുവായ രൂപത്തിലാണ് എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ 9 മുതലുള്ള ആയത്തുകൾ അബൂജഹലിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയത് തന്നെയാണ് എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ശരി, എന്താണ് ഇവിടെ പറയുന്നത്? അറഅയ്തല്ലദീ യൻഹ, തടയുന്നവനെ നീ കണ്ടുവോ, ആ തടയുന്നവനെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകുമ്പോൾ താങ്കൾ കണ്ടുവോ അല്ലെങ്കിൽ താങ്കൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നർത്ഥം കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കുന്ന ആ ഒരു കാര്യം, അത് വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് ആ നാട്ടുകാർ നോക്കിക്കാണുന്നത്. എന്നാൽ ആ കാര്യം അവിടുത്തെ നേതാവായിട്ടുള്ള അബൂജഹൽ അറിഞ്ഞപ്പോൾ അബൂജഹൽ ആ നാട്ടുകാരോട് ചോദിച്ചത്, മുഹമ്മദ് അവൻ്റെ മുഖം തറയിൽ വെക്കുന്നത് നിങ്ങൾ കണ്ടോ? അതായത് അവിടെ നിസ്കരിക്കുന്നത് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനെങ്ങാനും അത് കണ്ടിരുന്നുവെങ്കിൽ അവൻ്റെ മുഖം ഞാൻ നിലത്ത് ചവിട്ടി ഉരക്കുമായിരുന്നു എന്നുള്ള രൂപത്തിലൊക്കെയാണ് പറഞ്ഞത്. വളരെയധികം ദേഷ്യത്തിലാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ ആയത്തുകളിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ആയത്തുകളിലെ പരാമർശ വിഷയം വളരെ വ്യക്തമാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, ഒരു അടിമ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കരിക്കുന്ന അടിമയെ തടയുന്നവനെ താങ്കൾ കണ്ടുവോ? അപ്പോൾ ആരാണ് ഇവിടെ തടയുന്നവൻ? അബൂജഹലാണ്. ആരാണ് ആ നിസ്കരിക്കുന്ന അടിമ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിക്കാൻ വേണ്ടി അൽ അബ്ദു എന്ന് പ്രത്യേകമായ ആ ഒരു അടിമ എന്നുള്ള അർത്ഥത്തിൽ എടുത്തു പറയാതെ അബ്ദൻ എന്ന് പൊതുവായ രൂപത്തിൽ ഏതൊരു അടിമയെയും എന്ന് പറയുന്ന രൂപത്തിൽ പറഞ്ഞതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒന്ന്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം ബാധകമായ വിഷയമല്ല, എല്ലാവർക്കും പൊതുവായിട്ട് ബാധകമായ വിഷയമാണ്. ഒരു ആരാധനാകർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സത്യവിശ്വാസിയെ മറ്റൊരാൾ തടയുക എന്നുള്ളത് അതീവ ഗൗരവമുള്ള ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ബാധകമായ രൂപത്തിൽ അബ്ദൻ എന്ന് പൊതുവാക്കി പറഞ്ഞു. ഒരഭിപ്രായം അതാണ്. മറ്റൊരഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അടിമകളിൽപ്പെട്ട ഒരു അടിമയാണല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എൻ്റെ ഒരു അടിമ തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ പൊതുവായ രൂപത്തിൽ അബ്ദൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അൽ അബ്ദു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദീകരണം. ശരി, അറഅയ്ത ഇൻ കാന അൽ ഹുദാ, അദ്ദേഹം നേർമാർഗത്തിൽ ആയിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ നിസ്കരിക്കുന്ന അടിമ നേർമാർഗത്തിലും കൂടിയാണെങ്കിലോ? ഇപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നന്മ ആര് ചെയ്താലും അതിനെ തടയാൻ പാടില്ല. നന്മ ആര് ചെയ്താലും, അത് നല്ല ആൾ ചെയ്താലും ചീത്ത ആൾ ചെയ്താലും, നന്മ ഒരാൾ ചെയ്യുന്ന സമയത്ത് അതിനെ തടയാൻ പാടില്ല. തെറ്റാണ്, യാതൊരു സംശയവുമില്ല. അതേസമയം ആ നന്മ ചെയ്യുന്ന ആൾ നേർമാർഗത്തിൽ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയായ ആളും കൂടിയാണെങ്കിലോ അദ്ദേഹത്തെ തടയൽ വളരെ വലിയ ഗുരുതരമായ തെറ്റായിട്ട് മാറും. അതാണ് അറഅയ്ത ഇൻ കാന അലൽ ഹുദാ, അദ്ദേഹം നേർമാർഗത്തിലും കൂടിയാണെങ്കിലോ അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ സൂക്ഷ്മത പുലർത്താൻ കൽപ്പിക്കുന്നവൻ കൂടിയാണെങ്കിലോ, അല്ലെങ്കിൽ സൂക്ഷ്മത കൊണ്ട് ഉപദേശിക്കുന്നവൻ കൂടിയാണെങ്കിലോ? അപ്പോൾ മറ്റ് ആളുകളെ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി ഉപദേശിക്കുകയും അവരോട് കൽപ്പിക്കുകയും അല്ലെങ്കിൽ സൂക്ഷ്മത കൊണ്ട് കാര്യങ്ങളെല്ലാം ആ തരത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം നേർമാർഗത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അടിമ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ തടയുക എന്ന് പറഞ്ഞാൽ അത് വളരെ 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 ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇവിടെ നിസ്കാരത്തെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. നിസ്കരിക്കുന്ന ഒരു അടിമയെ തടയുന്ന കാര്യമാണ് പറഞ്ഞതെങ്കിലും എല്ലാ ആരാധനാകർമ്മത്തിനും ഇത് ബാധകമാണ്. പൊതുവായി ഏത് ആരാധനാകർമ്മം ആര് ചെയ്യുന്ന സമയത്തും അതിനെ തടയാൻ പാടില്ല. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ കാലത്ത് പോലും മുസ്ലിം വിഭാഗത്തിൽ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ നിസ്കരിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ തടയുക, വെള്ളിയാഴ്ചകളിലും മറ്റുമൊക്കെ ജുമുഅ നിസ്കരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ആരെ തടഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യവിശ്വാസികളാണ് തടയുന്നത്. എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ ഒരു കാര്യത്തിൽ സത്യവിശ്വാസികളാണ്. അവരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ ഹദീസ് മനസ്സിലാക്കിയെടുത്തും അത് പുലർത്തുന്നിടത്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏകനായ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്കാരത്തെയൊക്കെ തടയുന്നത്. പള്ളിയൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥ, പോലീസ് വന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, വളരെ ഗുരുതരമായ തെറ്റുകളാണിതൊക്കെ. അതുകൊണ്ട് ആരെ ചെയ്താലും നിസ്കരിക്കുന്ന ഒരു അടിമയെ തടയുക എന്നുള്ളത് അതീവ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അതും നേർമാർഗത്തിലേക്ക് പോകുന്ന സത്യവിശ്വാസികളായ ആളുകളാണെങ്കിൽ, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ആളുകളാണെങ്കിൽ, അത്തരം ആളുകളെയാണ് തടയുന്നതെങ്കിൽ അത് വളരെയധികം അതിൻ്റെ ഗൗരവം കൂടും. ഇനി അത് മാത്രമല്ല, അറഅയ്ത ഇൻ കസ്സബ വത്തവല്ല, അറഅയ്ത താങ്കൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, ഇൻ കസ്സബ വത്തവല്ല, കളവാക്കുകയും പിന്തിരിഞ്ഞ് കളയുകയും ചെയ്യുന്നവനാണെങ്കിൽ. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അബൂജഹലിനെ കുറിച്ചാണ്. അടുത്ത ആയത്തിലും അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നു അല്ലെങ്കിൽ അള്ളാഹു കാണും എന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ. ഈ രണ്ട് ആയത്തുകളിലെ കാര്യങ്ങൾ അബൂജഹലിനെ കുറിച്ചാണ് പറയുന്നത്. അത് പൊതുവായ രൂപത്തിൽ എല്ലാവരോടും ഉള്ള ഒരു കൽപ്പനയാണ്, എങ്കിലും അത് അബൂജഹലിനെ കുറിച്ചാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നത്. അതെല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അറഅയ്ത ഇൻ കസ്സബ വത്തവല്ല, കളവാക്കുകയും പിന്തിരിഞ്ഞ് കളയുകയും ചെയ്യുന്നവനും കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാര്? അബൂജഹൽ, ആ തടയുന്നവനുണ്ടല്ലോ. ആരാണ് ആ തടയാൻ വരുന്നത്? ആ തടയാൻ വരുന്നവൻ കളവാക്കുന്നവനും പിന്തിരിഞ്ഞ് കളയുന്നവനും കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ കളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാതിരിക്കുക, അതിനെയാണ് കളവാക്കുക എന്ന് പറയാം. അറിയാഞ്ഞിട്ട് തെറ്റുകയല്ല, അയാൾക്കറിയാം ഇതൊക്കെ ശരിയാണ്, എന്നാലും അത് അംഗീകരിക്കാതിരിക്കുക. എപ്പോഴാണ് സംഭവിക്കുക എന്നറിയോ? ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിനെ അംഗീകരിക്കാതിരിക്കുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അഹങ്കാരം കൊണ്ട്,
അഹങ്കാരം കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ അവരുടെ നിലവിലെ സ്ഥാനമാനങ്ങളൊക്കെ അതിന് വല്ല കോട്ടവും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ നേതാവാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആ കാര്യങ്ങളിലേക്ക് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ആ നാട്ടിലൊരു സ്ഥാനമൊന്നും ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് വരാൻ മടിച്ചു നിന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആളുകൾ അഹങ്കാരം കൊണ്ട് പലപ്പോഴും മനസ്സിലായ കാര്യങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കൂല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കോളേജിലൊക്കെ 1-ാം വർഷം വന്ന ഒരു കുട്ടി അവിടെ 2-ാം വർഷമോ 3-ാം വർഷമോ ഒക്കെ പഠിക്കുന്ന ഒരു സീനിയർ കുട്ടിയോട് ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാനൊരു പ്രയാസം ഉണ്ടാവും. സത്യം അതാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അവർ പറയും, ഞങ്ങളിവിടെ 2-3 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയും ആ 1-ാം വർഷം വന്ന കുട്ടിയോട്. അത് അംഗീകരിക്കാൻ കൂട്ടാക്കൂല, അഹങ്കാരം കൊണ്ടാണ്. ഇവിടെ നമ്മൾ നോക്കണം, കളവാക്കുക എന്ന പദം ഉപയോഗിച്ചത് അള്ളാഹുവാണ്. അബൂജഹൽ കളവാക്കി, അറഅയ്ത ഇൻ കസ്സബ, അവൻ കളവാക്കുന്നവനും കൂടിയാണെങ്കിലോ എന്നുള്ള ചോദിച്ചു. അപ്പോൾ അബൂജഹൽ കളവാക്കുകയാണ് എന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം. നമുക്കുള്ള അറിവല്ലല്ലോ അള്ളാഹുവിനുള്ളത്. എല്ലാം അറിഞ്ഞിട്ടും അത് മനഃപൂർവ്വം അംഗീകരിക്കാതിരിക്കുകയാണ് എന്നുള്ളത് അള്ളാഹുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു കളവാക്കുക എന്നുള്ള പദം തന്നെ അവിടെ ഉപയോഗിച്ചത്. ഇനി മാത്രമല്ല, ഈ ഒരു കളവാക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്. ചെറുപ്പം മുതലേ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, കുടുംബക്കാരനാണ്. എന്നിട്ടും കൃത്യമായിട്ടറിയാം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും കളവ് പറയൂല. അവൻ പറയുന്നതെല്ലാം സത്യസന്ധമായിരിക്കും, ഒരിക്കലും കളവ് പറയാത്തവനാണ്. അൽ അമീൻ എന്നുള്ള പേര് ആ നാട്ടുകാർ കൊടുത്തതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആ വ്യക്തിയെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും പിന്നെ അദ്ദേഹം പറയുന്നത് അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് കളവാക്കലല്ലേ? അപ്പോൾ അറഅയ്ത ഇൻ കസ്സബ വതവല്ല, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു ഉണ്ട് എന്ന് അബൂജഹലിന് അറിയില്ലേ എന്നല്ല ചോദിച്ചത്. അള്ളാഹു ഉണ്ട് എന്ന് അബൂജഹലിന് അറിയില്ലേ എന്നല്ല ചോദിച്ചത്, മറിച്ച് അള്ളാഹു കാണും എന്ന് അവൻ അറിയില്ലേ എന്നാണ് ചോദിച്ചത്. എന്താ വ്യത്യാസം? അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അബൂജഹലിനും തർക്കമൊന്നുമില്ല. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് അബൂജഹൽ. പക്ഷേ അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പല അവർ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള മറ്റു പല വിഗ്രഹങ്ങളോടൊക്കെ പ്രാർത്ഥിക്കും. അള്ളാഹുവിനോട് ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അപ്പോൾ ആ അള്ളാഹു ഇതെല്ലാം കാണും എന്ന് അവൻ അറിയില്ലേ എന്ന് ചോദിച്ചാൽ അബൂജഹലിന് അറിയാം ഇതൊക്കെ അള്ളാഹു കാണുന്നു. അപ്പോൾ ഈ ഇത്രയും കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണും എന്ന് അവൻ അറിയില്ലേ? അതിൻ്റെ ഒരു ഗൗരവം അത്രയും വലുതാണ്. അപ്പോൾ ഒന്നിച്ച് ഈ ആയത്തുകളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾ നല്ല ആളാവട്ടെ ചീത്ത ആളാവട്ടെ, ഏതെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്താൽ ആ നന്മയെ തടയാൻ പാടില്ല, അത് തെറ്റാണ്. രണ്ടാമത്തത്, ഇനി ആരെയാണ് തടയുന്നത് എന്നും കൂടെ നോക്കണം. ആ തടയുന്ന അല്ലെങ്കിൽ ആരെയാണോ തടയുന്നത് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഒരു വിശ്വാസിയാണ്, അദ്ദേഹത്തിൻ്റെ ആരാധനാകർമ്മത്തെയൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൽക്കർമ്മത്തെയാണ് തടയുന്നതെങ്കിൽ അതിൻ്റെ തെറ്റിൻ്റെ ആ ഒരു ഗൗരവം വീണ്ടും കൂടും. ഇനി തടയാൻ പോകുന്നവൻ ഒരു മോശക്കാരനാണ്, ഒരു തെറ്റായ മനുഷ്യനാണെങ്കിൽ വീണ്ടും അതിൻ്റെ ഗൗരവം കൂടും. അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നും അല്ലാത്തവരെ തടയാനൊന്നുമല്ല, ആര് നന്മ ചെയ്താലും അതിനെ തടയാൻ പാടില്ല. അത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ആരെയും നമ്മൾ ഒരു നന്മ ചെയ്യുന്ന ആളെ നമ്മൾ തടയാൻ പാടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് അതിൻ്റെ ഗൗരവം കൂടും. നന്മ ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയായ ഒരാൾ ആരാധനാകർമ്മമോ അല്ലെങ്കിൽ സൽക്കർമ്മമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ തടയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടും. പിന്നെ ഈ തടയാൻ പോകുന്നവൻ അവനൊരു കളവാക്കുന്നവനും പിന്തിരിഞ്ഞ് കളയുന്നവനൊക്കെ ആണെങ്കിൽ വീണ്ടും അതിൻ്റെ ഗൗരവം കൂടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ആയത്തുകൾ ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ 9, 10 ആയത്തുകൾ അത് ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ നിസ്കാരത്തെ തടയുക എന്നുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നീടുള്ള 11, 12 ആയത്തുകളിൽ ആ നിസ്കരിക്കുന്ന ആളുടെ ഗുണവും പ്രത്യേകതയുമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവും പ്രത്യേകതയും. പിന്നീട് 13, 14 ആയത്തുകളിൽ തടയാൻ പോയവൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. അതായത് ആദ്യം സംഭവം പറഞ്ഞു, പിന്നെ അതിൽ ഉൾപ്പെട്ട ആളുകളെ പറഞ്ഞു. അതിൽ ഉൾപ്പെട്ട ആളുകളിൽ ആദ്യം ആ നല്ല ആളെ പറഞ്ഞു, രണ്ടാമത് അത് തടയാൻ പോയ ആ മോശപ്പെട്ട ആളെ പറ്റി പറഞ്ഞു. ഈ നല്ല ആളുടെ ഗുണങ്ങളുടെ നേർ വിപരീതമാക്കിയിട്ടാണ് ഈ ഒരു തടയാൻ പോയ ആളുടെ ഗുണങ്ങൾ പറഞ്ഞത്. അതായത് അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു,
എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് തടയാൻ പോയവൻ അവൻ കളവാക്കുന്നവനാണ്, പിന്തിരിയുന്നവനാണ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. ഇനി ഈ ഒരു വിഷയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് അതിനെ തടയും എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, ഇത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിന് കാരണമായിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഒരു സഹാബിയാണ്. ആ സമയത്ത് ഹിന്ദ് വന്നിട്ട് ആ കരളെടുത്ത് ചവച്ച് തുപ്പി പ്രതികാരം വീട്ടുന്ന ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. ഏതായാലും ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അബൂജഹൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടപ്പോൾ, അതായത് മുഹമ്മദ് അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ ആ തരത്തിൽ ചെയ്യും, അവനെ അവിടെ ചവിട്ടിത്തേക്കും എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ ഹംസ റളിയല്ലാഹു അൻഹു നേരെ ഈ അബൂജഹലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് നിസ്കരിക്കുന്ന സമയത്ത് മുഹമ്മദിനെ ആ തരത്തിലൊക്കെ ചെയ്യുമെന്ന് നീ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാനും ആ വിഭാഗത്തിൽപ്പെട്ടവനാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ നീ എന്നെ തടയോ? തടയാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്നുള്ള രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാനുള്ള ആ ഒരു ധൈര്യവും തൻ്റെ ഇടവും ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ ആ തരത്തിൽ പോയി ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ ഒരു കാരണം, ഈ ഒരു സംഭവം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയും എന്ന് അബൂജഹൽ പറഞ്ഞ ഈ ഒരു സംഭവം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിന് ഒരു കാരണമായി എന്നും ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണല്ലോ പലപ്പോഴും ഒരു തെറ്റായ ഭാഗത്ത് നിലനിൽക്കുന്ന ആളുകളാണെങ്കിലും ആ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളോട് ഒരിക്കലും യോജിപ്പില്ലാത്ത രൂപത്തിൽ വരുമ്പോൾ അവർ സന്മാർഗത്തിലേക്ക് കടന്നു വരും, അല്ലേ? ആ ഒരു രൂപത്തിൽ അദ്ദേഹം ഇത് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണമായി ഈ ഒരു സംഭവം മാറി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ സംഭവത്തെക്കുറിച്ചുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും, അങ്ങനെ അബൂജഹൽ തടയാൻ വേണ്ടി പോവുകയും അവിടെ എത്തിയ സമയത്ത് പെട്ടെന്ന് അബൂജഹൽ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിക്കുകയും പിന്തിരിയുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നീട് സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങാനും എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിയുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കുമായിരുന്നു, അദ്ദേഹത്തിന് വളരെ വലിയ ശിക്ഷ ലഭിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്. അബൂജഹൽ ഇത് ആളുകളോട് പറയുന്നുണ്ട്, ഞാൻ അടുത്തേക്ക് എത്തിയ സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു തീക്കുണ്ടാരം പോലെയുള്ള എന്തോ ഒന്ന് എന്നെ പെട്ടെന്ന് അവിടെ കണ്ടു, എനിക്ക് പിന്തിരിയേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മലായിക്കത്തുകൾ അവിടെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൃത്യമായിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അറഅയ്തല്ലസി യൻഹ, യൻഹ എന്ന് പറയുമ്പോൾ ഹാഇൻ്റെ മുമ്പ് സുക്കൂനുൽ നൂന് വന്നു. ഹാഇൻ്റെ മുമ്പ് സുക്കൂനുൽ നൂന് വന്നാൽ അവിടെ ഇൽഹാറാണ് നിയമം, ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. യൻഹ. അബ്ദൻ, അവിടെ ബാഇന് സുക്കൂന് വന്നു, അത് കൽക്കലത്തിൻ്റെ അക്ഷരം എന്നാണ് പറയുക. അതിനെ വെളിവാക്കി പറയണം, എടുത്ത് പറയണം, കുറച്ച് കട്ടിയിൽ പറയണം. 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നാൽ ഈ നിയമം ബാധകമാണ്, വെളിവാക്കി പറയണം. ഏതൊക്കെയാണ് 5 അക്ഷരങ്ങൾ? ഖുതുബുജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ കുറച്ച് വെളിവാക്കി പറയണം. അപ്പോൾ ഇവിടെ അബ്ദൻ, അബ് എന്ന് പറഞ്ഞാൽ പോരാ, അബ്ദൻ എന്ന് പറഞ്ഞാൽ പോരാ, അബ്ദൻ, ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അബ്ദൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തെൻവീന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അപ്പോൾ ദൻ, എൻ എന്നുള്ള ശബ്ദം അവിടെ പുറത്തേക്ക് കേൾക്കണം. അബ്ദൻ ഇദാ സ്വല്ല. അറഅയ്ത ഇൻ കാന, കാഫിൻ്റെ മുമ്പ് സുക്കൂനുൽ നൂന് വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ ഇൻ എന്നല്ല, ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ. അവിടെ ഖാഫിന് സുക്കൂന് വന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ല 5 അക്ഷരങ്ങൾ ഖുതുബുജദ്, അതിൽപ്പെട്ടതാണ് ഖാഫ്. അപ്പോൾ അവിടെയും അതിനെ വെളിവാക്കി പറയണം. തഖ്വ, ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അറഅയ്ത ഇൻ കസ്സബ, നേരത്തെ ഇൻ കാന പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാഫിൻ്റെ മുമ്പ് സുക്കൂനുൽ നൂൻ ആയതുകൊണ്ട് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻ കസ്സബ വതവല്ല. അലം യഅലം ബി അന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക, ബി അന്നല്ലാഹ യറ. ഇനി ഇവിടെ അബ്ദൻ ഇദാ സ്വല്ലാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സ്വല്ലാ എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു നീട്ടാനുള്ള അടയാളം കണ്ടില്ലേ? അതേപോലെ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ എന്നുള്ളതിൻ്റെ അവിടെയും അവസാനത്തിൽ നീട്ടാനുള്ള അടയാളമുണ്ട്. ഔ അമറ ബിത്തഖ്വ എന്നുള്ളതിൻ്റെ അവിടെയും അവസാനത്തിൽ ആ നീട്ടാനുള്ള ഒരു വരയുണ്ട്. പിന്നെ വതവല്ല എന്നുള്ളതിൻ്റെ അവിടെയുണ്ട് മുകളിൽ. നോക്കുക, അവിടെയൊക്കെ അതിന് ശേഷം വരുന്ന അക്ഷരം, അവിടെ ആയത്ത് അവസാനിക്കുകയാണ്, ശേഷം വരുന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആയത്തിൻ്റെ തുടക്കമായിരിക്കും.
അപ്പോൾ അതിന് ശേഷം വരുന്ന അക്ഷരങ്ങളൊക്കെ ഹംസ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹംസയുടെ മുമ്പ് മദ് വന്നാൽ, അതായത് നീട്ടാനുള്ള ഒരു ഭാഗം വന്നാൽ അതിന് 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം, ആ ഹംസയും മദ്ദും വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ. ഇപ്പോൾ ഇവിടെയൊക്കെ മദ്ദും ഹംസയും അടുത്തടുത്താണ് വന്നത്, വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമൊന്നുമില്ല. അതിനെ മദ് മുൻഫസിൽ എന്നാണ് പറയുക. പക്ഷേ അത് ചേർത്തി ഓതുന്നവർക്കേ അത് ബാധകമാവുള്ളൂ. അപ്പോഴല്ലേ മദ്ദും ഹംസയും അടുത്തടുത്ത് എന്ന് പറയുള്ളൂ. അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഇദാ സൊല്ല എന്ന് നിർത്തുകയാണെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ കൊണ്ട് നിർത്തിയാൽ മതി. അതേസമയത്ത് ഇദാ സൊല്ല എന്നുള്ളിടത്ത് നിർത്താതെ അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം ആ സൊല്ല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടാനുണ്ട്, അതിനുശേഷം ഹംസ വന്നു അടുത്തടുത്ത്, അത് ചേർത്തി ഓതുകയാണെങ്കിൽ അപ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആ 2 ഹർക്കത്തിനേക്കാൾ കൂടുതലും നീട്ടാം. എത്ര വരെ? 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം, നിർബന്ധമല്ല. അപ്പോൾ ഇദാ സൊല്ല അറഅയ്ത അങ്ങനെ ഓതിപ്പോവാം. അതേപോലെ അറഅയ്ത ഇൻ കാന അലൽ ഹുദ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഓതുമ്പോൾ അലൽ ഹുദ ഔ അമറ, ആ രൂപത്തിൽ ഒരു 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം ഓതിയിട്ട് അടുത്ത ഭാഗം ആ ചേർത്തി ഓതാം. അതിനെ സൂചിപ്പിക്കാനാണ് ആ മുകൾ ഭാഗത്ത് ആ ഒരു നീണ്ട ഒരു വര കൊടുത്തിട്ടുള്ളത്. 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല, മദ് മുൻഫസിൽ, അതിനെ സൂചിപ്പിക്കാനാണത്. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അറഅയ്തല്ലസീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കസ്സബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അറഅയ്തല്ലസീ യൻഹാ, അറഅയ്ത എന്ന് പറയുമ്പോൾ അവിടെ ഫിഅലും വന്നു, ഫായിലും വന്നു, സബ്ജക്റ്റും വന്നു, അതേപോലെ വെർബും വന്നു. റഅ എന്നുള്ളതാണ് അവിടെ ഫിഅൽ, ആ അവസാനത്തെ താ അതാണ് അവിടെ ഫാഇൽ, അതായത് അൻത എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണല്ലോ ആ താ, അപ്പോൾ അതാണ് അവിടെ ഫാഇൽ. ഇനി എന്താണ് മഫ്ഊലും ബിഹി? അറഅയ്ത, നീ കണ്ടുവോ, എന്തിനെ കണ്ടുവോ, അല്ലെങ്കിൽ ആരെ കണ്ടുവോ? അല്ലസീ യൻഹ, അപ്പോൾ ആ അല്ലസീ എന്നുള്ളതാണ് അവിടെ മഫ്ഊലും ബിഹി ആയിട്ട് പറയാം. ശരിക്കും മഫ്ഊലും ബിഹിക്ക് ഇറാബ് നസ്ബാണ്, പക്ഷേ അല്ലസീ എന്നുള്ളതൊരു മബ്നിയായ പദം, അതിനെ അല്ലസ എന്നോ അല്ലസു എന്നോ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു മബ്നിയായ പദം എന്നാണ് പറയുക, അതിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം, മഫ്ഊലും ബിഹിയാണ് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അടുത്തത് യൻഹ എന്ന് കഴിഞ്ഞതിന് ശേഷം യൻഹ, തടയുന്നവനെ, ആരെ തടയുക? അബ്ദൻ, ഒരു അടിമയെ. അപ്പോൾ ആ അബ്ദൻ എന്നുള്ളതും മഫ്ഊലും ബിഹിയാണ്. അതിന് ഫത്ഹ തൻവീൻ ഇട്ടത് നെസ്ബിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മഫ്ഊലും ബിഹിക്ക് ഇറാബ് നെസ്ബായതുകൊണ്ട് ആ നെസ്ബിനെ സൂചിപ്പിക്കാനാണ് അവിടെ ഫത്ഹ തൻവീൻ കൊടുത്തത്. അബ്ദൻ ഇദാ സ്വല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദ. ഈ അല, ഇല, ബി, ഫി പോലെയുള്ള പദങ്ങളൊക്കെ ജെറിൻ്റെ ഹർഫ് ജെറ് എന്നാണ് പറയാം. കാരണം അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. ഇപ്പോൾ അല എന്നുള്ളതിന് ശേഷം അൽ ഹുദ എന്നുള്ളൊരു ഇസ്മ വന്നു, അപ്പോൾ അലക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറ് കിട്ടണം. ഇവിടെ ഈ ഹുദ എന്നുള്ള പദം നോക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്തൊരു യാ ഇല്ലേ? അങ്ങനെ ഒരു യാ വരുമ്പോൾ അതിന് ഇല്ലത്തിൻ്റെ അക്ഷരം എന്നാണ് പറയാം, രോഗമുള്ള അക്ഷരം എന്നൊക്കെ പറയാം. അതായത് അതിന് ഹർക്കത്തൊന്നും ചേരൂല, അതിൻ്റെ മേലെ നമുക്ക് ഫത്തഹോ കസ്റോ ലമ്മോ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇല്ലത്തിൻ്റെ അക്ഷരം എന്നുള്ള രൂപത്തിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇവിടെ ഇതിന് ജെറ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജെറ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് മറഞ്ഞിരിക്കണം, ജെറ് വ്യക്തമായി കാണുന്ന രൂപത്തിലല്ല ഉള്ളത്. ഹുദ എന്നുള്ള പദം ജെറ് കിട്ടിയ പദം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ജെറ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, അതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട്. അല്ലാത്ത വല്ല അക്ഷരങ്ങളുമാണെങ്കിൽ, അല്ലാത്ത വല്ല വാക്കുകളുമാണെങ്കിൽ അതിന് കസർ കൊണ്ടൊക്കെ തന്നെ ജെറ് കൃത്യമായിട്ട് കാണും. ഇപ്പോൾ ബൈത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇല, അല എന്നൊക്കെ വന്നാൽ ഇലൽ ബൈത്തി, അലൽ ബൈത്തി, ഫിൽ ബൈത്തി, അങ്ങനെ അവസാനത്തിൽ കസറിട്ട് കാണിക്കും. ഇനി ഇങ്ങനെയൊന്നും അല്ലാത്ത രൂപത്തിലും ജെറ് കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അത് അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ ഹുദ എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് ജെറ് നമുക്ക് നേരിട്ട് കാണുന്ന രൂപത്തിലൊന്നും അവിടെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ജെറ് കിട്ടിയ അവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഔ അമറ ബി തഖ്വ, ബി എന്നുള്ളതും ഹർഫ് ജറാണ്. തഖ്വ എന്നുള്ളത് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആ തഖ്വ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ കസ്റിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് നമുക്ക് പറയാം. അറഅയ്ത ഇൻ കസ്സബ വതവല്ല അലം യഅലം. ഈ ലം യഅലം എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. യഅലമു എന്നുള്ള മുദാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വരുമ്പോൾ ലം യഅലം എന്നാവും. ഈ പദം ഇതേ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചതല്ലേ, അല്ലമൽ ഇൻസാന മാലം യഅലം. അപ്പോൾ ലം യഅലം, യഅലമു എന്നുള്ളതിന് മുമ്പിൽ ലം വന്നപ്പോൾ യഅലമു എന്നുള്ളതിന് ജസ്മ് കിട്ടിയെന്നാണ് പറയാം. സാധാരണഗതിയിൽ ജസ്മ് സുക്കൂന് കൊണ്ടാണ് സൂചിപ്പിക്കുക, എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും ഇവിടെ കൃത്യമായിട്ട് സുക്കൂന് കൊണ്ട് തന്നെയാണ് സൂചിപ്പിച്ചത്. യഅലമു എന്നുള്ളത് യഅലം എന്നായി ആ ലം വന്നതുകൊണ്ട്.
ബി അന്നല്ലാഹ, അന്ന ഇന്ന പോലെയുള്ള പദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഈ അന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ അന്നയുടെ ഇസ്മെന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അന്നല്ലാഹ, അന്ന എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ അന്നയ്ക്ക് ശേഷം വന്ന ഇസ്മിന്, അന്നയുടെ ഇസ്മിന് നെസ്ബാണ് കിട്ടുക. അന്നല്ലാഹ എന്നാണ് പറയുക, അന്നല്ലാഹു എന്ന് പറയില്ല. ഇന്ന വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇന്നല്ലാഹ എന്നാണ് പറയുക, ഇന്നല്ലാഹു എന്ന് പറയില്ല. ഇന്നല്ലാഹ ഗഫൂർ റഹീം അങ്ങനെയല്ലേ നമ്മൾ ഓത്. അപ്പോൾ ഇന്നല്ലാഹ, അന്നല്ലാഹ ഇതൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. കാന വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് കേട്ടോ. കാന മുഹമ്മദൻ എന്നല്ല പറയാം, കാന മുഹമ്മദുൻ എന്നാണ് പറയാം. എന്നാൽ അന്ന മുഹമ്മദൻ എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ അന്ന വന്നതുകൊണ്ടാണ് അള്ളാഹ എന്നെഴുതിയത്. കാരണം അന്നയ്ക്ക് ശേഷം വരുന്ന അന്നയുടെ ഇസ്മിന് നെസ്ബ് കിട്ടണം. ആ നെസ്ബ് സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീൻ കൊണ്ടോ സൂചിപ്പിക്കുക. അന്നല്ലാഹ യറ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.